ഇവിടെ ഒരു പെണ്ണ് ഓഫീസിലെത്താൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ട്രെയിനിൽ നിന്നായിരുന്നു മേക്കപ്പ് ഇട്ടിരുന്നത്. എന്നാൽ ആ ടൈമിൽ അതിലൂടെ ഓടിപ്പോയ രണ്ട് വികൃതി പയ്യന്മാര് ഇവളുടെ മേക്കപ്പ് സെറ്റ് തട്ടിത്തെറിപ്പിക്കുകയാണ്. അതോടെ ഇവളുടെ മുഖത്ത് വലിയൊരു പാട് വരികയാണ്. അങ്ങനെ അത് കഴുകുന്ന തിരക്ക് ഇവളുടെ മാനേജർ ഇവളെ വിളിച്ച് ഇവൾ ഓഫീസിലെത്താൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ശകാരിക്കുകയാണ്. ഗതികെട്ട ഇവളുടെ മുഖം പോലും ശരിക്കും കഴുകാതെ ഓഫീസിലോട്ട് ഓടുകയാണ്. എന്നാൽ ആ ഓട്ടത്തിന്റെ ഇടയ്ക്ക് ഇവളുടെ പാന്റ് ചെറുതായിട്ട് കീറിപ്പോവാണ്. അങ്ങനെ അത് മറക്കാൻ തന്റെ ടീഷർട്ട് എടുത്ത് അരയിൽ കെട്ടി ഓടുന്നതിന്റെ ഇടയ്ക്ക് ആ ടീഷർട്ട് കമ്പിൽ കുടുങ്ങി അതിന്റെ നൂല് മുഴുവൻ പോവാണ്. അങ്ങനെ ഓടി ഓടി അവസാനം മാനേജറിന്റെ അടുത്തെത്തിയപ്പോൾ അവള് ഈ കോലത്തിലായിരുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന മാനേജർ നിനക്ക് തീരെ മാനേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ് അവളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാണ്. വേറെ നിവർത്തിയില്ലാതെ ഇവൾ ഓഫീസിന്റെ പുറത്തെത്തിയപ്പോൾ അവിടെ ഒരു ഭിക്ഷക്കാരനെ കാണാൻ. അത് കണ്ട് പാവം തോന്നിയ ഇവൾ ഭിക്ഷക്കാരന് ഭിക്ഷ കൊടുത്തപ്പോൾ ഭിക്ഷക്കാരൻ മോളെ എനിക്ക് എന്റെ ഭിക്ഷയൊന്നും വേണ്ട, എന്നേക്കാൾ വലിയ ദാരിദ്ര്യം ഇപ്പോൾ മോൾക്കാണ് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഇവൾ കൊടുത്ത ക്യാഷ് തിരികെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവൾക്ക് ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. ഓരോ കമ്പനിയിലേക്ക് പോകുമ്പോഴും ഓരോരോ റീസൺ പറഞ്ഞ് ഇവളെ ഒഴിവാക്കും. അവസാനം വേറെ നിവർത്തിയില്ലാതെ തന്റെ കുടുംബത്തിന് വേണ്ടി ഇവൾ സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് കയറാണ്. എന്നാൽ ഇവൾക്ക് ആ ജോലി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എങ്കിലും വേറെ നിവർത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവൾ ആ ജോലിയിൽ തന്നെ തുടരാണ്. അങ്ങനെ ദിവസങ്ങൾ പോകെ പോകെ ഇവൾ എല്ലാ കസ്റ്റമേഴ്സിനോടും ഭയങ്കരമായിട്ട് കമ്പനിയാവാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ എപ്പോഴും ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. അതോടെ അവിടുത്തെ സെയിൽസ് ഇരട്ടിയായി. ഇത് കണ്ട് ഇംപ്രസ് ആയ അവിടുത്തെ മാനേജർ ഇവളാണ് ഈ വർഷത്തെ ബെസ്റ്റ് എംപ്ലോയി എന്ന് പറഞ്ഞ് അവൾക്ക് ഒരു അവാർഡ് കൊടുക്കുകയാണ്. കൂടാതെ അവളെ ഇപ്പോൾ ഉള്ള പൊസിഷനിൽ നിന്നും കുറച്ചൊരു ബെറ്റർ പൊസിഷനിലേക്ക് മാറ്റുകയും ചെയ്തു.